കരമന മരുതൂർ കടവിൽ അഖിലിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ 5 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് അഖിൽ എന്ന അപ്പുവിൻ്റേതാണ്. ഇയാൾ ഈ നേരിട്ട് കൊലപാതകം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ്. മാത്രമല്ല കല്ലുകൊണ്ട് അഖിലിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വ്യക്തി ആണ് അഖിൽ എന്ന അപ്പു. ഇയാളെ കൂടാതെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരെയും പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഹരിലാലും കിരൺ കൃഷ്ണയും 2019 അനന്തു വധക്കേസിലെ പ്രതികളുമാണ്. ഇന്നലെ ഈ കേസിൽ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അനീഷിനെയും പിടികൂടിയിരുന്നു. ഈ 5 പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇതിൽ അഖിൽ എന്ന അപ്പു ഇയാളെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരിക്കുന്നു. വളരെ ആസൂത്രിതമായി പ്രതികാര ബുദ്ധിയോടെ നടപ്പാക്കിയ ഒരു ഹീനമായ കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ കൊലപാതകം നടക്കുന്ന ദിവസം 2019 അനന്തു വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെല്ലാം നെടുമങ്ങാട് കോടതിയിൽ ഹാജരായിരുന്നു. അതിനുശേഷം പ്രതികൾ തിരികെ തിരുവനന്തപുരത്തെത്തുകയും നെടുങ്കാട് ഈ സംഘത്തിലുള്ള ഒരാളുടെ വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുകയും ചെയ്തു. അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രതികൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പാപ്പനംകോട്ടെ ബാറിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അന്ന് ഈ കൊല്ലപ്പെട്ട അഖിലും സുഹൃത്തുക്കളും ഈ സംഘവുമായി ഏറ്റുമുട്ടിയിരുന്നു. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ ഈ നെടുങ്കാട് ഇരുന്ന് മദ്യപിക്കുമ്പോൾ ഇവർ തീരുമാനിക്കുകയായിരുന്നു. ഇവർ ആദ്യം ലക്ഷ്യമിട്ടത് കൊല്ലപ്പെട്ട അഖിലിൻ്റെ സുഹൃത്തായ വൈശാഖ് എന്ന യുവാവിനെയാണ്. അയാളെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീടാണ് ഈ പ്രതികൾക്ക് അഖിൽ വീട്ടിലുണ്ട് എന്നുള്ള വിവരം, അല്ലെങ്കിൽ അങ്ങനൊരു വിവരം ലഭിക്കുന്നത്. അതോടുകൂടി അഖിലിനെ കൊലപ്പെടുത്താനായി ഈ സംഘം കാറിൽ മരുതൂർ കടവിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ആസൂത്രിതമായി അഖിലിനെ കൊല്ലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രതികൾ എത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രധാന പ്രതിയായ അഖിൽ എന്ന അപ്പുവിനെ ചോദ്യം ചെയ്തതോടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. ഇനി 2 പ്രതികളെ, ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരെ കൂടി പിടികൂടാനുണ്ട്. അതിനൊപ്പം തന്നെ പോലീസ് ഇതിൽ ഈ 2 പ്രതികളെ കൂടി പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്.